എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മാച്ച് ചാറ്റിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണ് നമുക്ക് നോക്കാം. High Priestess energy, 5 of Pentacles, Chariot, Emperor energy, Knight of Cups, King of Cups energy connections. ആദ്യം തന്നെ ഹൈ പ്രീസ്റ്റസ് എനർജി ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജി സിറ്റുവേഷൻ ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒത്തിരിയധികം ഇമോഷണലി ചലഞ്ചഡ് ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ വികാരങ്ങൾ അടക്കി നിർത്താൻ ബുദ്ധിമുട്ടുന്ന സമയം. വികാരങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമായിരിക്കും ജീവിതത്തിൽ, അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ചിന്തകളും ഒക്കെ പല രീതികളിൽ, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആസ്ട്രോളജി ബേസിസിൽ എങ്ങനെയാണ് ഓരോരുത്തർ ജനിച്ച സമയവും പല പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വികാരങ്ങൾ പല രീതിയിൽ പല കാര്യങ്ങളെക്കുറിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ പ്രണയത്തെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം റൊമാൻറ്റിക് ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഒത്തിരി പ്രേമവും സ്നേഹവും അല്ലെങ്കിൽ എല്ലാവരോടും ആ ഒരു രീതിയിലുള്ളൊരു ഫീലിങ്സ് പോസിറ്റീവാണ്. അതേസമയം തന്നെ ഇപ്പോൾ പ്രണയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതായത് പ്രണയിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്നു. അതുപോലെ ഒത്തിരി സന്തോഷത്താൽ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു ചിന്തയാണ്. അപ്പോൾ ഇപ്പോൾ പ്രണയിക്കുന്ന സമയത്താണെങ്കിൽ അവരെന്ത് പറയുമ്പോഴും അത് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ബന്ധത്തിലല്ല ഉള്ളത്, അതായത് ബന്ധത്തിൻ്റെ തുടക്കത്തിലാണ്, ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ എടുത്തു ചാടിയിട്ട് പ്രോമിസസ് ഒന്നും ചെയ്യാതിരിക്കുക, പെട്ടെന്നുള്ള സന്തോഷത്തിൻ്റെ പുറത്തൊന്നും പ്രോമിസസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കാം. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭയങ്കര ചില ആളുകളുടെ എനർജി അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് ആത്മീയ കാര്യങ്ങളിലും അതേപോലെ തന്നെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ രണ്ട് തരത്തിലാണ്. നിങ്ങളുടെ ഫീലിങ്സ് പ്രണയത്തോടുള്ള ആ ഒരു രീതി കാര്യങ്ങൾ, മറ്റ് ചിലർ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ സംബന്ധിച്ച് പീസ് ഓഫ് മൈൻഡാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഫീലിങ്സിനോട് ഒരു വിരക്തി തോന്നുന്ന സമയമാകാം. അത് ഒരുപക്ഷെ നിങ്ങൾ അടുത്തിടയ്ക്ക് ബ്രേക്കപ്പ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ മോചനം നടന്നിട്ട് വിവാഹബന്ധം വേർപെടുത്തിയവർ, ഹസ്ബൻഡോ വൈഫ് മരിച്ചു പോയിട്ടുള്ളവർ, ഒത്തിരി പ്രായമായിട്ടുള്ള ആളുകൾ ലൈഫ് ഇതാണ്, തീർന്നു, ഇനി എൻ്റെ ലൈഫ് ആത്മീയതയാണെന്ന് ചിന്തിക്കുന്നവരും, അതല്ലാതെ സിംഗിളായിട്ട് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ എന്തോ ആത്മീയ കാര്യങ്ങളിലേക്ക്, മെഡിറ്റേഷൻ അതുപോലെ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആത്മീയ കാര്യങ്ങൾ അതുപോലുള്ളതിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുകയും ദൈവികവും ആത്മീയമായിട്ടുള്ള കാര്യത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മാമൂലുകളിലൊക്കെ വളരെയധികം താല്പര്യപ്പെടുന്നു. ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോവുക, അതേപോലെ നിങ്ങളുടെ കുടുംബമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പോൾ കുടുംബപരമായിട്ട് എന്തെങ്കിലും ഫങ്ഷൻസ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതേപോലെ കുടുംബക്ഷേത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില പുനരുദ്ധാരണം, അതേപോലെ പുതുക്കി പണിയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ, അതിൻ്റേതായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രമോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നിടത്ത് സ്ഥിരമായിട്ട് പോകുന്ന ക്ഷേത്രമായിരിക്കാം. അതേപോലെയുള്ള ഇടങ്ങളിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭാവന, അതുപോലെയുള്ള കാര്യങ്ങൾ. അതേപോലെ അല്ല എങ്കിൽ നിങ്ങൾ ഇന്നൊരു കാര്യം, ഇപ്പോൾ സപ്താഹം അല്ലെങ്കിൽ ഇപ്പോൾ ദശാവതാരം, ഇത്ര ദിവസത്തേക്ക് നടക്കുന്ന പൂജകൾ, ഭഗവതി സേവ, ഗണപതി ഹോമം, അതുപോലുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അന്നദാനം, ഇതുപോലുള്ള കാര്യങ്ങൾ കൈയച്ച് സഹായിക്കുന്നുണ്ട്. അതുപോലെ പള്ളികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പള്ളിയുടെയും അതായത് വീണ്ടും പുതുക്കി പണിയുന്ന ഒത്തിരി പഴയതായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൈയച്ച് സഹായിക്കുന്ന സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്.
ആത്മീയതയിലേക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ചില ആളുകൾ ആശ്രമത്തിൽ അതുപോലുള്ള കാര്യങ്ങൾ പോകാം, മെഡിറ്റേഷൻ ചെയ്യുന്നതിൽ സ്ഥിരമായിട്ട് മെഡിറ്റേഷനിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് മനസ്സിന് ഒത്തിരി തൃപ്തി നൽകുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാസം എന്നുള്ളതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ച്, പ്രായമായിട്ടുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒത്തിരി സമയം നിങ്ങളുടേതായിട്ട് കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന ഇതുപോലുള്ള കാര്യങ്ങളിൽ താല്പര്യം കൂടുതലാകുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ 4 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് എംപറർ എനർജിയാണ്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മാസമാണ്. അപ്പം കരിയറിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ജോലിയിൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ മറ്റ് കാര്യങ്ങളും ശ്രദ്ധിക്കും. ഇപ്പോൾ ആത്മീയതയിലാണെങ്കിൽ അതിലും ഒരു സാധ്യതകളുണ്ട്, റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ, അപ്പോൾ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു മാസമായതുകൊണ്ട് പൊതുവെ ഒരു തൃപ്തിയും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജി സിറ്റുവേഷൻസ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്ന സമയം എന്ന് പറയാം. സേവിങ്സ് കൂടുതൽ, ഇപ്പോൾ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ട്, ധനം കയ്യിൽ വരുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ പോകുന്നു, എവിടെ പോകുന്നു എന്നുള്ള വഴി അറിയുന്നില്ല സിറ്റുവേഷൻ എന്നാണ്. അപ്പോൾ അതിൽ ഒരു മാറ്റം ഉണ്ടാവാം. ഇപ്പോൾ സേവ് ചെയ്യാൻ പറ്റുന്നു, ഫൈനലി നിങ്ങൾ ഉറപ്പിക്കുക അത് സേവ് ചെയ്തേ പറ്റൂ, അങ്ങനെ ഉറപ്പിച്ചിട്ട് നിങ്ങൾ സേവ് ചെയ്യുന്നു എന്നുള്ളതും. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒറ്റയടിക്ക് ചെയ്തു തീർക്കുക എന്നുള്ളതല്ല, പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. അതിപ്പോൾ ജോലിയാണെങ്കിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ളൊരു നിലപാടെടുക്കുന്നു. അപ്പം ഒറ്റയടിക്ക് ഒരു കോടീശ്വരനാവുക എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾ ഒരു പടിപടിയായിട്ട് സേവ് ചെയ്യുക, ചില കാര്യങ്ങൾ ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മറ്റ് തരത്തിലുള്ള പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ, സേവിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കി എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ളൊരു നല്ല ഫൗണ്ടേഷൻ നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. പിന്നെ പലരെ സംബന്ധിച്ചിടത്തോളം എന്നെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ചിന്ത മാറുകയാണ്. സാമ്പത്തിക കാര്യത്തെ സംബന്ധിച്ച് നെഗറ്റീവ് ഫീലിംഗ് നിങ്ങൾക്ക് മാറുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അതേപോലെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എനർജി കൂടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ കരിയറിൽ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സമയമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പറ്റിയ സമയമാണ്. പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ സാധ്യതകൾ ഏറെയാണ്. പുതിയ ജോലിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, പ്രൊമോഷൻ, ട്രാൻസ്ഫറിനൊക്കെ സാധ്യത. വീട് മാറുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ജോലി മാറുന്നതനുസരിച്ച് വീട് മാറുന്ന സിറ്റുവേഷനോ അങ്ങനെയൊക്കെ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഹയർ പൊസിഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു മാനേജറൽ പൊസിഷൻ, ഒരു ഹയർ പൊസിഷനിലേക്ക് പോകുമ്പോൾ കമ്പനി വക ചിലപ്പോൾ വീടോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പേർക്സ് ഒക്കെ ലഭിക്കുന്നുണ്ടാവാം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കുക ഇത് വേണോ വേണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ 4 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് കിങ് ഓഫ് കപ്സ് ആണ്. ജോലിയിൽ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന അടുത്തിടയ്ക്ക് നിങ്ങളുടെ ബോസ് ചിലപ്പോൾ മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരി കുറച്ച് എന്താ പറയുക ടോക്സിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അതിൽ മാറ്റം ഒന്നുകിൽ ആ വ്യക്തി വളരെയധികം ബിസി ആവുന്നുണ്ട് പല കാര്യങ്ങൾ, ചിലപ്പോൾ ആ ഓഫീസിൽ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് മാറേണ്ടി വരും താൽക്കാലികമായിട്ടോ, പിന്നീട് അത് പെർമനൻ്റ് ആയിട്ടോ മാറാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ടൈം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ടൈം കിട്ടുന്നില്ല എന്നുള്ളതാവും. അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ മാസം എല്ലാം കൊണ്ടും നല്ലൊരു സമാധാനമുള്ള സമയമായിരിക്കാം എന്നുള്ളത്. പിന്നീട് ഫ്യൂച്ചറിലേക്ക് പറയുന്ന ഒരു ജോലി മാറ്റവും കാണിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അവിടുത്തെ ജോലി മാറ്റി പുതിയൊരു ജോലിയിലേക്ക് പോകുന്നു എന്നുള്ളതും തൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അതിൻ്റേതായിട്ടുള്ളൊരു സമാധാനവും സ്വസ്ഥതയും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, അതേപോലെ നിങ്ങൾ അർഹിക്കുന്ന ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ലഭിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ചാരിയറ്റ് ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഒരു ഓൺട്രപ്രനോറിയൽ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടേതായിട്ട് നിങ്ങളൊരിടത്ത് വർക്ക് ചെയ്യുന്ന എത്ര നല്ല പൊസിഷനാണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്. ഏത് വർക്കിൽ എത്ര സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പം ഒരു ഓൺട്രപ്രനോറിയൽ എനർജി ഫീലുണ്ട്. ഒരു നാച്ചുറൽ ബോൺ ലീഡർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തൊരു സക്സസ്ഫുൾ ആകുന്നു. ഇപ്പോൾ അൾട്രാ സക്സസ്ഫുൾ എനർജി നിങ്ങളിലുണ്ട്. അപ്പോൾ
അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ വയ്ക്കാതെ മുന്നോട്ടേക്ക് പോയാൽ, അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ, അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുത്താൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹയർ പൊസിഷനിലേക്ക് എത്താം. നിങ്ങൾ നല്ലൊരു ബിസിനസ്സിൽ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് സൂചിപ്പിക്കുന്നു. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ എന്ത് കാര്യത്തിനാണോ എന്നുള്ളത് ഒരു നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്, എന്ത് കാര്യത്തിനാണെങ്കിൽ പോലും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഇപ്പോൾ ഇത് ചിന്തിച്ചാൽ, ഒരു മനസ്സിലൊരു 10,000 രൂപ വിചാരിച്ച് ഒരു 20,000 നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് എത്രത്തോളം ചിന്തിക്കാൻ പറ്റുന്നു അത്രത്തോളം ചിന്തിച്ചാൽ അതിൻ്റെ ഇരട്ടി നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ്. ഹാർഡ് വർക്ക് ചെയ്താൽ അതിനനുസരിച്ച് ഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.